തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി സ്വന്തം നാട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ 10-ലേറെ കുടുംബങ്ങൾ. പുറമ്പോക്കിൽ ടെന്റ് കെട്ടി താമസിച്ചും ഈന്തപ്പനയുടെ ഓല കൊണ്ട് നിർമ്മിച്ച ചൂല് വിറ്റുമാണ് ഇവരുടെ ജീവിതം. ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തവണയും വിജയം ഉറപ്പാണെന്ന് പറയുന്നു ഈ കുടുംബങ്ങൾ. പകലന്തിയോളം അധ്വാനം, വരുമാനം സ്വന്തം നാടായ ആന്ധ്രാപ്രദേശിനേക്കാളും മികച്ചത്. പത്തനംതിട്ട നഗരത്തിലെ റോഡരികിൽ ഈ ടെന്റുകളിൽ 10ഓളം കുടുംബങ്ങളുടെ ജീവിതം തുടരുകയാണ്. ഈന്തപ്പനയോല ആന്ധ്രാപ്രദേശിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് എത്തിക്കും. ചൂല് നിർമ്മിച്ച് പലയിടങ്ങളിൽ കൊണ്ടുപോയി വിൽക്കും. ഒരു ചൂലിന് ശരാശരി 100-120 രൂപ ലഭിക്കും. ആന്ധ്രാപ്രദേശിൽ ഒരു ചൂലിന് 40 രൂപ പോലും കിട്ടില്ല. കൊട്ട, ഭരണി എന്നിവയും നിർമ്മിച്ച് വിൽക്കുന്നു. എല്ലാ വർഷവും ഇവിടെ വരും. സീസണ് പുറത്ത് ഭരണി കൊണ്ടുവരും, ഇല്ലാതെ കൊട്ട അല്ലെങ്കിൽ ചൂല് അതന്നെ കച്ചവടം. ജഗൻമോഹൻ റെഡ്ഡി നേതൃത്വം നൽകുന്ന YSR കോൺഗ്രസ് പാർട്ടി സർക്കാർ ഈ കുടുംബങ്ങൾക്ക് അടുത്തിടെ ഭൂമി സൗജന്യമായി നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീട് നിർമ്മിച്ച് നൽകാം എന്ന വാഗ്ദാനമാണ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി നൽകിയിരിക്കുന്നതെന്ന് ഇവർ പറയുന്നു. വീട് ഇന്ന് വെച്ചില്ല. സ്ഥലം തന്നിട്ടുണ്ട്, വീട് ഇന്ന് വെച്ചില്ല. സർക്കാർ തന്നതാ, ജഗൻമോഹൻ റെഡ്ഡി തന്നതാ. മെയ് 13-നാണ് ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. 2019-ൽ ആകെയുള്ള 25 സീറ്റിൽ 23 YSR കോൺഗ്രസ് പാർട്ടി നേടി. 3 സീറ്റ് TDPയും നേടി. BJPക്ക് ഒരു സീറ്റിൽ പോലും 2019-ൽ വിജയിക്കാനായില്ല. ഇപ്രാവശ്യം BJP TDPയുമായി സഖ്യമുണ്ടാക്കിയാണ് മത്സരിക്കുന്നത്. ഇക്കുറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസിന് തന്നെയാണ് സാധ്യതയെന്ന് ഇവർ പറയുന്നു. ജഗൻമോഹൻ റെഡ്ഡി ജയിക്കും. ചെയ്യാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്ഥലം കൊടുത്തിട്ടുണ്ട്, പെൻഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും 2 മാസത്തോളം ഈ കുടുംബങ്ങൾ കേരളത്തിലായിരിക്കും. ടെന്റുകളിലെ ചൂട് അസഹനീയമെന്നാണ് ഇവർ പറയുന്നത്. വോട്ട് തങ്ങൾ പാഴാക്കില്ല. വോട്ട് ചെയ്യാനായി ഉറപ്പായും ആന്ധ്രാപ്രദേശിലേക്ക് പോകും, കുടുംബാംഗങ്ങൾ പറഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.